വളരെ ശ്രദ്ധയിൽ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പുതിയ പുതിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി പഠിക്കുവാൻ സാധിക്കാം. അതിനുവേണ്ടി ടെസ്റ്റ് എഴുതിയിട്ടുള്ളവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടും അതിനുള്ള ധനപരമായ അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ലാഭം നേടാൻ സാധ്യത. അതായത് വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിൽ നിന്നും ഇടനിലയായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അതിൽ നിന്നും കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ആ വസ്തു വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പല പല വ്യക്തികൾ കാണും. അത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ കാണും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നല്ല ഒരു അഭിപ്രായങ്ങൾ കിട്ടുന്ന ഒരു വർഷവും കൂടി തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് ജോലി സ്ഥലത്തും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾക്കുള്ള ദോഷങ്ങൾ മാറുന്നതിനും ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഒരുപാടായി വന്നു ചേരുന്നതിനും വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും നിത്യവും ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും കൂടാതെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുകയും നിങ്ങളുടെ പക്കന്നാൾ വരുമ്പോൾ ഭഗവാനൊരു വഴിപാട് അർപ്പിക്കുകയും ഭഗവാനൊരു തുളസിമാലയോ അല്ലെങ്കിൽ തൃക്കൈവെണ്ണയോ നമ്മളാൽ കഴിയുന്ന എന്താണോ അതെല്ലാം വിഷ്ണു ഭഗവാന് ചെയ്യുക. വിഷ്ണു ഭഗവാനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമിക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു മൂർത്തിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.